ഒരല്പം വാട്സപ്പ്, പിന്നെ ഒരല്പം ഫേസ്ബുക്ക് മെസ്സഞ്ചർ, കുറച്ച് ഇൻസ്റ്റഗ്രാം. ഇവ മൂന്നും സമാസമം എടുത്ത് നല്ലപോലെ മിക്സിയിലടിച്ച് ഒരു കുഴമ്പ് രൂപത്തിലാക്കുക. എന്തായിരിക്കും അവസ്ഥ? ഒരു അവിയൽ പരുവം അല്ലേ? അതെ, അതുതന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. വാട്സപ്പ്, ഫേസ്ബുക്ക് മെസ്സഞ്ചർ, ഇൻസ്റ്റഗ്രാം ഇവ മൂന്നും ചാറ്റിംഗ് ആപ്ലിക്കേഷനുകളാണെന്ന് നമുക്കറിയാം. ഈ മൂന്ന് ആപ്ലിക്കേഷനുകളും ഉപയോഗിച്ചുകൊണ്ട് അതാത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവരുമായി മാത്രമാണ് ഇപ്പോൾ ചാറ്റ് ചെയ്യാനാവുക. അടുത്തിടെ മാത്രമാണ് ഇൻസ്റ്റഗ്രാമിലും ഇത്തരത്തിൽ ചാറ്റിംഗ് സംവിധാനം ഉൾപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ പ്രകാരം ഇനി ഈ മൂന്ന് ആപ്ലിക്കേഷനുകളും ഒരൊറ്റ കുടക്കീഴിലാക്കുന്നു എന്നതാണ്. അതായത് ഈ മൂന്ന് ആപ്ലിക്കേഷനും ഒരുമിപ്പിച്ച് ഒരു ഒറ്റ ആപ്ലിക്കേഷനാക്കി മാറ്റുന്നു. ഇവയെല്ലാം ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ ഉടമസ്ഥതയിലുള്ള ആപ്ലിക്കേഷനുകളാണ്. സാധാരണയായി നമുക്ക് വാട്സപ്പിൽ നിന്ന് മറ്റൊരാൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ മെസ്സേജ് അയക്കേണ്ടുന്ന ആൾക്കും വാട്സപ്പ് ഉണ്ടായിരിക്കണം. അയാൾ ഒരു പക്ഷേ ഫേസ്ബുക്ക് മെസ്സഞ്ചർ മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുന്നതിനായി നമ്മളും ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ഫേസ്ബുക്ക് ഉടമസ്ഥതയിലുള്ള ഈ മൂന്ന് ആപ്ലിക്കേഷനുകളും ഒരുമിപ്പിച്ച് ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയാൽ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഫേസ്ബുക്ക് മെസ്സഞ്ചറിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും അതുപോലെ തിരിച്ചുമൊക്കെ മെസ്സേജുകൾ അയക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് ആപ്ലിക്കേഷനുകളിലും പരസ്പരം മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ സാധിക്കും. ഇതാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്ന പ്രയോജനം. എങ്കിലും ഫേസ്ബുക്കിനെ സംബന്ധിച്ച് ഈ മൂന്ന് പ്ലാറ്റ്ഫോമുകൾ ഒരുമിപ്പിക്കുന്നതോടെ അത്രയധികം ഉപഭോക്താക്കളെ ഒരൊറ്റ കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതിനാൽ പരസ്യ വരുമാനവും മറ്റും ഉയരുകയും ചെയ്യും. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആവണം ഫേസ്ബുക്ക് ഇത്തരമൊരു തീരുമാനമെടുത്തതും. ഇങ്ങനെ ഇവ മൂന്നും ഒരുമിപ്പിക്കുന്നത് കൊണ്ട് ഉപഭോക്താവിന് ചില ദോഷങ്ങൾ ഉണ്ടാകുമെന്നും വിദഗ്ധർ വിലയിരുത്തുന്നു. നിലവിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ സംവിധാനം ഈ മൂന്ന് പ്ലാറ്റ്ഫോമുകളിൽ വാട്സപ്പിൽ മാത്രമാണുള്ളത്. മെസ്സേജ് അയക്കുന്ന ആൾക്കും അത് ലഭിക്കുന്ന ആളിനുമല്ലാതെ മറ്റൊരാൾ മെസ്സേജുകൾ ചോർത്താതിരിക്കാനുള്ള സുരക്ഷാ സംവിധാനമാണ് ഈ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സുരക്ഷാ സംവിധാനം ഇല്ലാത്ത ഇൻസ്റ്റഗ്രാമും മെസ്സഞ്ചറും ഒക്കെ ഇതുള്ള വാട്സപ്പുമായി ഒരുമിപ്പിക്കുമ്പോൾ വാട്സപ്പിലും അത് സുരക്ഷാ വീഴ്ച ഉണ്ടാക്കില്ലേ എന്ന് സംശയിക്കുന്നവരും കുറവല്ല. എന്തു തന്നെ ആയാലും വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് മെസ്സഞ്ചറിലേക്കും, മെസ്സഞ്ചർ ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലേക്കും, ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചുകൊണ്ട് വാട്സപ്പിലേക്കും ഒക്കെ മെസ്സേജ് അയക്കുന്ന കാലം അതിവിദൂരമല്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ ഒരു അറിവ് അറിഞ്ഞിട്ടില്ലാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ ജയരാജ് ജി നാഥ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ജയരാജ് ജി നാഥ് ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ പ്രയോജനപ്രദമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്, ജയരാജ്.